തിരികെ ഞാൻ വോട്ടർമാരിലേക്ക് പോവുകയാണ്. ശാസ്താംകോട്ടയിലാണ് ഞാൻ ഉള്ളത്. കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന ശാസ്താംകോട്ടയിൽ. അപ്പോൾ എന്താണ് ഈ മണ്ഡലത്തിന് ഒരു മാറ്റം വേണോ? കുന്നത്തൂർ തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവണം. മാറാത്തത് ഇനി മാറണം. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കുന്ന രീതിയിലേക്ക് കുന്നത്തൂർ മാറുമെന്നാണ് ഇക്കുറി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ആശാപരമായിട്ടുള്ള. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഒരു MLA ആണ് ഭരിക്കുന്നത്. അതിനകത്ത് 3 ടേണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു. ഇവിടെ ഒരു വികസനവും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നത് നശിപ്പിച്ച് ബസ് സ്റ്റാൻഡ് ആക്കുമെന്ന് പറഞ്ഞു. ബസ് സ്റ്റാൻഡും ഇല്ല, മാർക്കറ്റും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇവിടെ മാറ്റം അനിവാര്യമാണ്. മാറ്റം അനിവാര്യമാണ്. ആര് വിജയിക്കണം? UDF വിജയിക്കണം. ഉല്ലാസ് കോവൂർ ജയിക്കണം. തീർച്ചയായിട്ടും ഒരു നാഥനില്ലാത്ത അവസ്ഥയാണ് കുന്നത്തൂരിനുള്ളത്. അതിനൊരു മാറ്റം സംഭവിക്കണം. ചേച്ചിക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള നഷ്ടപ്പെട്ട 25 വർഷങ്ങൾ, വികസനത്തിൻ്റെ കാര്യത്തിൽ നഷ്ടപ്പെട്ട 25 വർഷങ്ങൾ വീണ്ടും എടുക്കുന്നതിന് വേണ്ടിയുള്ള കഠിനമായ പ്രയത്നത്തിനകത്ത് ആര് ജയിക്കണം? ഉല്ലാസ് കോവൂർ ജയിക്കണം. ഉല്ലാസ് കോവൂർ ജയിക്കണം. ഇവിടുത്തെ ഒരു പ്രാദേശിക പ്രശ്നം എന്ന് വെച്ചാൽ വാനര ശല്യമാണ്. അതിനൊരു ഒരു വാനര മ്യൂസിയം ഉണ്ടാക്കി കുരങ്ങുകളെ സംരക്ഷിച്ച് ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കണമെന്ന് 100 വട്ടം MLA ഇവിടെ പറഞ്ഞിട്ടും അത് സാധിച്ചു തന്നിട്ടില്ല. വികസനം വന്നോ മണ്ഡലത്തിൽ? തീർച്ചയായും കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ വികസനം കുന്നത്തൂർ താലൂക്കിലും ഈ മണ്ഡലത്തിലും ആശുപത്രികളായാലും അതുപോലെ തന്നെ സ്കൂളുകളായാലും റോഡുകളായാലും പാലങ്ങളായാലും തോടുകളായാലും സമസ്ത മേഖലയിലും വലിയ വികസനമാണ് കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടന്നത്. അതിന്റെ ഭാഗമായി കുന്നത്തൂർ താലൂക്കിലും ഈ 25 വർഷം അദ്ദേഹം പ്രതിനിധീകരിച്ചതിന്റെ മാറ്റം മണ്ഡലത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. മണ്ഡല രൂപീകരണത്തിന് ശേഷം വളരെ വലിയ മാറ്റമാണ് ഈ കുന്നത്തൂരിൽ ഉണ്ടായിട്ടുള്ളത്. അത് റോഡുകളുടെ കാര്യത്തിലായാലും വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാവുന്ന കാര്യത്തിലായാലും CHCകളുടെ ഡെവലപ്മെൻറ്റ്സിലായാലും എല്ലാം തന്നെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പോരായ്മ എന്ന് ഉയർത്തിക്കാട്ടാൻ കഴിയുന്നത് ഒരു പക്ഷേ താലൂക്ക് ആശുപത്രിയുടെ വികസനമായിരിക്കാം. ആ താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിൻ്റെ ഫണ്ടിൻ്റെ ലഭ്യത കുറവല്ല. ഇവിടെ സ്ഥലമില്ലാതിരുന്നു എന്നുള്ളതാണ്. ആ സ്ഥലം അദ്ദേഹം തുടരണം, ആ വികസന തുടർച്ചയ്ക്ക് വേണ്ടി എന്നുള്ളത് വളരെ ഒറ്റ വാക്ക്. തീർച്ചയായിട്ടും ഒരു മാറ്റം അനിവാര്യമാണ്. കഴിഞ്ഞ 25 വർഷക്കാലം ഈ കുന്നത്തൂർ നിയോജക മണ്ഡലം അനുഭവിച്ച വേദനകളും യാതനകളും മാറ്റം വരേണ്ട കാര്യമില്ല. കുഞ്ഞുമോൻ തുടരും. എന്തിനു മാറുന്നു എന്ന് പറയാൻ തയ്യാറാവണം. എല്ലാ കാര്യത്തിലും മെച്ചപ്പെട്ട നിലയിലേക്ക് വികസന പ്രവർത്തനം ഈ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചികിത്സാധന സഹായമുണ്ട് മുഖ്യമന്ത്രിയുടെ. ശരി 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 അപ്പൊ മാറേണ്ടതില്ല എന്നുള്ളതാണ്. ശരി ശരി അപ്പൊ അതാണ് കഴിഞ്ഞ 25 വർഷമായി തുടരുന്ന ആ വികസനം. അതിനി വേണമെന്ന് പറയുന്നത് കേൾക്കുന്നു, മാറ്റം വരണം എന്ന് പറയുന്നു. അങ്ങനെ ശബ്ദങ്ങൾ പലതും നമ്മൾ കേൾക്കുകയാണ്. പതിവ് പോലെ ശാസ്താംകോട്ടയിലാണ് ഞാൻ ഉള്ളത്. കുന്നത്തൂർ നിയോജക മണ്ഡലത്തിന്റെ ഒരു ചെറിയ ഭാഗം വോട്ടേഴ്സിന്റെ പ്രതികരണമാണ് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.